ഇനി നിങ്ങൾക്കും ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്ന വീഡിയോ പരമ്പരയുടെ 4-ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും പൂർണ്ണമായും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ക്ലാസ് 4-ലും 10 ഇംഗ്ലീഷ് വാക്കുകളും അവയുടെ ഉച്ചാരണവും അർത്ഥവും സ്പെല്ലിങ്ങുമാണ് പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് വാചകങ്ങൾ ഉണ്ടാക്കി സംസാരിക്കുന്നത് എന്ന് പരിശോധിക്കാം. ക്ലാസ് 2-ൽ പഠിച്ച വാചകമായ ഐ റീഡ് എ ലെറ്റർ എന്ന വാചകത്തിലെ റീഡ് എ ലെറ്റർ എന്ന ഭാഗം മാറ്റി തൽസ്ഥാനത്ത് ഐ ഈറ്റ് എ മാംഗോ എന്ന് ചേർത്ത് പറഞ്ഞാൽ ഐ റീഡ് എ ലെറ്റർ എന്ന വാചകം ഐ ഈറ്റ് എ മാംഗോ എന്ന് ആയി മാറുന്നത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണല്ലോ. അതുപോലെ ഐ ഈറ്റ് എ മാംഗോ എന്ന വാചകത്തിലെ ഈറ്റ് എ മാംഗോ എന്ന ഭാഗം മാറ്റി തൽസ്ഥാനത്ത് ഐ പ്ലേ ഫുട്ബോൾ എന്ന് ചേർത്ത് പറഞ്ഞാൽ ഞാൻ ഫുട്ബോൾ കളിക്കുന്നു എന്ന അർത്ഥമായി മാറും. അതുപോലെ ഐ പ്ലേ ഫുട്ബോൾ എന്ന വാചകത്തിലെ ഫുട്ബോൾ എന്ന വാക്ക് മാറ്റി തൽസ്ഥാനത്ത് ക്രിക്കറ്റ് എന്ന് ചേർത്ത് പറഞ്ഞാൽ ഐ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന അർത്ഥം ലഭിക്കും. ഐ പ്ലേ ക്രിക്കറ്റ് എന്ന വാചകത്തിലെ ക്രിക്കറ്റ് എന്ന വാക്ക് മാറ്റി തൽസ്ഥാനത്ത് ഹോക്കി ചേർത്ത് പറഞ്ഞാൽ ഐ പ്ലേ ഹോക്കി, ഞാൻ ഹോക്കി കളിക്കുന്നു എന്ന അർത്ഥമായി മാറും. ഇങ്ങനെ വാക്കുകൾ മാറ്റി പറഞ്ഞുകൊണ്ട് എത്ര വാചകങ്ങളും നമുക്കുണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഐ ഈറ്റ് എ മാംഗോ എന്ന വാചകത്തിലെ ഈറ്റ് എ മാംഗോ എന്ന ഭാഗം മാറ്റി തൽസ്ഥാനത്ത് സിങ് എ സോങ്, ഐ സിങ് എ സോങ്. ഐ പ്ലേ ഹോക്കി എന്ന വാചകത്തിലെ പ്ലേ ഹോക്കി എന്ന ഭാഗം മാറ്റി തൽസ്ഥാനത്ത് ഈറ്റ് എ മാംഗോ എന്ന ഭാഗം മാറ്റി തൽസ്ഥാനത്ത് സിങ് എ സോങ് ചേർത്ത് പറഞ്ഞാൽ ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടുന്നു എന്ന അർത്ഥം ലഭിക്കും. ഐ സിങ് എ സോങ് എന്ന വാചകത്തിലെ ഐ എന്ന വാക്ക് മാറ്റി തൽസ്ഥാനത്ത് ദേ ചേർത്ത് പറഞ്ഞാൽ ദേ സിങ് സോങ്, അവർ പാട്ട് പാടുന്നു എന്ന അർത്ഥം ലഭിക്കുന്നു. അവർ പാട്ട് പാടുന്നു എന്ന വാചകത്തിലെ ഐ സിങ് എ സോങ് അല്ലെങ്കിൽ ദേ സിങ് സോങ് എന്ന വാചകത്തിലെ ദേ സിങ് എ സോങ് എന്ന വാചകത്തിലെ ദേ മാറ്റി തൽസ്ഥാനത്ത് വി ചേർത്ത് പറഞ്ഞാൽ നമ്മൾ പാട്ട് പാടുന്നു എന്ന അർത്ഥം ലഭിക്കുന്നു. ഇങ്ങനെ ഇത്തര വാചകങ്ങളും നമുക്ക് ഇംഗ്ലീഷിൽ ഉണ്ടാക്കുവാൻ സാധിക്കും. അത് യഥാസമയത്ത് വാക്കുകൾ മാറ്റി പ്രാക്ടീസ് ചെയ്ത് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രത്യേക മനഃപൂർവ്വമായിട്ട് ഒന്നും ചെയ്യാതെ തന്നെ വാചകങ്ങളായി രൂപപ്പെട്ട് വരുന്ന ഒരു സ്വാഭാവിക കാര്യമായി മാറുന്നതിന് അത് സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വാഭാവികത ഈ വാചകം പറയുന്നതിൽ വരുന്നതിന് ഒരു സ്വാഭാവികത നമ്മുടെ സംസാരത്തിൽ വരുന്നതിന് മതിയായ പ്രാക്ടീസ് ആവശ്യമാണ്. നമ്മുടെ സംഭാഷണത്തിൽ ഒരു സ്വാഭാവികത കൈവരണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തറവാക്കണം. അതുകൊണ്ട് തന്നെ ഏത് വാക്കും നന്നായി പ്രാക്ടീസ് ചെയ്യുക, ഉച്ചരിച്ച് പ്രാക്ടീസ് ചെയ്യുക, അർത്ഥം മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ സ്പെല്ലിങ്ങും പഠിക്കുക. കാരണം പ്രാക്ടീസ് അത്യാവശ്യമാണ്. കാരണം ഇംഗ്ലീഷ് നമ്മുടെ ഒരു മാതൃഭാഷയല്ല, അത് ഒരു അന്യഭാഷയാണ്. അതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ വളരെ ചുരുക്കമാണ്. ഇനി നമുക്ക് 10 ഇംഗ്ലീഷ് വാക്കും അവയുടെ ഉച്ചാരണവും അർത്ഥവും സ്പെല്ലിങ്ങും പഠിക്കാം. ആദ്യത്തെ വാക്ക് കട്ട് എന്ന വാക്ക് 100 തവണ ഉച്ചരിക്കുക. കട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം മുറിക്കുക എന്നതാണ്. കട്ട് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് CUT. കട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങളുടെ നോട്ട്ബുക്കിൽ 10 തവണ എഴുതുക. കട്ട് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് CUT നിങ്ങളുടെ നോട്ട്ബുക്കിൽ 10 തവണ എഴുതുക. അടുത്ത വാക്ക്
ഇൻവൈറ്റ്. ഇൻവൈറ്റ് എന്ന വാക്ക് 100 തവണ ഉച്ചരിക്കുക. ഇൻവൈറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷണിക്കുക എന്നതാണ്. ഇൻവൈറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥമായ ക്ഷണിക്കുക എന്നത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ 10 തവണ എഴുതുക. ഇൻവൈറ്റ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് INVITE. ഇൻവൈറ്റ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ 10 തവണ എഴുതുക. അടുത്ത വാക്ക് അറ്റൻഡ്. അറ്റൻഡ് എന്ന വാക്ക് 100 തവണ ഉച്ചരിക്കുക. അറ്റൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം പങ്കെടുക്കുക എന്നാണ്. അറ്റൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം 10 തവണ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. അറ്റൻഡ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ആയ ATTEND നിങ്ങളുടെ നോട്ട്ബുക്കിൽ 10 തവണ എഴുതുക. അടുത്ത വാക്ക് സ്ലീപ്പ്. അടുത്ത വാക്ക് സ്ലീപ്പ്. സ്ലീപ്പ് എന്ന വാക്ക് 100 തവണ ഉച്ചരിക്കുക. സ്ലീപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉറങ്ങുക എന്നതാണ്. ഉറങ്ങുക എന്ന സ്ലീപ്പിൻ്റെ അർത്ഥം നിങ്ങളുടെ നോട്ട്ബുക്കിൽ 10 തവണ എഴുതുക. സ്ലീപ്പ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് SLEEP. സ്ലീപ്പ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ 10 തവണ എഴുതുക. അടുത്ത വാക്ക് ബിലീവ്. ബിലീവ് എന്ന വാക്ക് 100 തവണ ഉച്ചരിക്കുക. ബിലീവ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്വസിക്കുക എന്നതാണ്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ബിലീവിൻ്റെ സ്പെല്ലിംഗ് BELIEVE 10 തവണ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. റിസീവ് എന്ന വാക്ക് 100 തവണ ഉച്ചരിക്കുക. റിസീവ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്വീകരിക്കുക എന്നതാണ്. സ്വീകരിക്കുക എന്ന അർത്ഥം റിസീവിൻ്റെ അർത്ഥമായ സ്വീകരിക്കുക നിങ്ങളുടെ നോട്ട്ബുക്കിൽ 10 തവണ എഴുതുക. റിസീവിൻ്റെ സ്പെല്ലിംഗ് ആയ RECEIVE. റിസീവ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ 10 തവണ സ്പെല്ലിംഗ് എഴുതുക. അടുത്ത വാക്ക് റിമൈൻഡ്. റിമൈൻഡ് എന്ന വാക്ക് 100 തവണ ഉച്ചരിക്കുക. റിമൈൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം 10 തവണ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. റിമൈൻഡ് REMIND. റിമൈൻഡിൻ്റെ സ്പെല്ലിംഗ് 10 തവണ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. അടുത്ത വാക്ക് ഷോ. ഷോ എന്ന വാക്ക് 100 തവണ ഉച്ചരിക്കുക. ഷോ എന്ന വാക്കിൻ്റെ അർത്ഥം കാണിക്കുക എന്നാണ്. കാണിക്കുക എന്ന ഷോ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങളുടെ നോട്ട്ബുക്കിൽ 10 തവണ എഴുതുക. ഷോ എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് SHOW എന്നാണ്. ഇതോടുകൂടി 10 വാക്കുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ഓർക്കുക, പ്രാക്ടീസാണ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഹാർട്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഹൃദയം പ്രാക്ടീസാണ്. അതുകൊണ്ട് തന്നെ വളരെ നന്നായി ഇപ്പോൾ പരിചയപ്പെടുത്തിയ 10 വാക്കുകളുടെ ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥവും നന്നായി പഠിച്ച് പരിശീലിക്കുക. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ വിട.